ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജുവിനെയും ഋതികയും കൊല്ലുന്നതിന് വേണ്ടി ദീപക്ക് പറഞ്ഞുകൊടുത്ത ഐഡിയ പ്രകാരം നേർപ്പിച്ച ആസിഡ് ചേർത്ത ജ്യൂസും കൊണ്ട് സോയ രാജുവിൻ്റെയും ഋതികയുടെയും റൂമിൽ വന്ന് ബെല്ലടിച്ച് കൊടുക്കുവാണ്. സന്തോഷത്തോടെ കൊടുക്കുന്ന ആ ജ്യൂസ് രാജുവും ഋതികയും മേടിച്ചു. രാജു അത് കുടിക്കാനായിട്ട് ഇങ്ങനെ വായിലെടുത്തോട്ട് വെക്കുവാണ്. രാജു അങ്ങനെ ജ്യൂസ് കുടിക്കാനായിട്ട് ഒരുങ്ങുന്ന കണ്ട് ആ സ്റ്റാഫ് ഇങ്ങനെ സന്തോഷത്തോടെ നോക്കി നിൽക്കുവാണ്. ആ സമയത്ത് രാജുവിന്റെ പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ ഫോൺ അടിക്കുന്നുണ്ട്. 1 മിനിറ്റ് എന്നും പറഞ്ഞ് ജ്യൂസ് രാജു ആ സ്റ്റാഫിന്റെ കയ്യിൽ തന്നെ കൊടുക്കുവാണ്. രാജു ഫോൺ അറ്റൻഡ് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. വിളിക്കുന്നത് നമ്മുടെ ജയനാണ്. അളിയൻ നിൽക്കുന്നിടത്ത് റേഞ്ച് ഇല്ലെന്നാണ് തോന്നുന്നത്. രാജുവും പറയുന്നു ഇവിടെ റേഞ്ച് തീരെ ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ആ സ്റ്റാഫ് വീണ്ടും സാറേ ജ്യൂസ് കുടിക്കും. അങ്ങനെ രാജു വീണ്ടും ജ്യൂസ് വാങ്ങിച്ച് കുടിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ വീണ്ടും രാജുവിൻ്റെ ഫോൺ റിങ് ചെയ്യുവാണ്. സ്റ്റാഫിൻ്റെ കയ്യിലുണ്ട്. വീണ്ടും ജ്യൂസ് കൊടുത്തത് അവൾക്ക് തീരെ ഇഷ്ടമായില്ല. അവൾ മനസ്സുകൊണ്ട് നാശം എന്നിങ്ങനെ വിളിക്കുവാണ്. ജയൻ്റെ ഫോൺ കോൾ കിട്ടുന്നുണ്ട്. ഹലോ അളിയ എന്ന് വിളിക്കുമ്പോഴത്തേക്കും വീണ്ടും കട്ടാവുകയാണ്. രാജു എന്നിട്ട് ആ സ്റ്റാഫിനോട് പറയും ഞങ്ങളൊരു ഔട്ടിങ്ങിന് പോകും. അയ്യോ സാറേ ഇപ്പം പോകല്ലേ, അതെന്താ അതിരാവിലെയും വൈകിട്ടും പോകരുത്. അവളുടെ വർത്തമാനം കേട്ടിട്ട് രാജുവിന് ഋതികയ്ക്ക് ചിരി വരുന്നു. ഋതിക പറയുക ആനിമൽസിനെ കാണാനല്ലേ ഞങ്ങൾ വന്നത്. അയ്യോ ആനക്കൂട്ടം ഉപദ്രവിക്കും മാഡം. കഴിഞ്ഞ ദിവസമേ രാജസ്ഥാനിൽ നിന്ന് വന്ന കപ്പിൾസിനെ ആനക്കൂട്ടം ഉപദ്രവിച്ചിരുന്നു. 2 പേരും മരിക്കുകയും ചെയ്തു. സോയ വിചാരിച്ചത് അങ്ങനെ പറയുമ്പോഴേ ഇവരങ്ങ് പേടിച്ചു പോകുന്നു. ഋതിക പറയാം അതൊന്നും സാരമില്ല രാജു, നമ്മൾ കാറിലല്ലേ പോകുന്നു, നമുക്ക് സൂക്ഷിച്ചു പോയാൽ മതി. അങ്ങനെ ഋതികയും കയ്യിലിരുന്ന ജ്യൂസ് ആ സ്റ്റാഫിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു. അയ്യോ ജ്യൂസ് ഇപ്പം വേണ്ട, ഞങ്ങൾ പിന്നെ കുടിച്ചോളാം. അപ്പോഴേക്കും അവിടെ ഹസ്ബൻഡ് ഗൗതം അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ നിങ്ങൾ കാട് കാണാൻ പോവാണ്? അതെ. അപ്പം സോയ പറയാം ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. ഈ ആനവരട്ടിപ്പാറയും നാരകത്താനവും കണ്ടെത്തിയതും ഈ ബ്രിട്ടീഷ് ബംഗ്ലാവ് പണിയിപ്പിച്ചതും ഒരു ബ്രിട്ടീഷ് പ്രണയ ജോഡികളാണ്. എഡ്വേർഡും മാർഗരറ്റും ആണെന്നൊക്കെയാണ് പറയുന്നത്. സായിപ്പും മദാമയും അവർക്കൂടെ സ്മാരകമൊക്കെ ഉണ്ട്. അവരെങ്ങനെയാ മരിച്ചതെന്ന് നിങ്ങൾക്കറിയാവോ? അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ? ഒരു ദിവസം വൈകുന്നേരം സായിപ്പും മദാമയും കൂടി ഇങ്ങനെ കാട് ചുറ്റി കാണാൻ ഇറങ്ങി. ഉൾക്കാട്ടിൽ വെച്ച് എവിടെയോ മദാമയെ കടുവ എടുത്തുകൊണ്ട് പോയെന്നാണ് പറയപ്പെടുന്നത്. വലിയ ആകാംക്ഷയോടെ ഋതിക ചോദിക്കുക. എന്നിട്ട് അതെ, മദാമയെ കണ്ടെത്താൻ വേണ്ടി സായിപ്പ് വീണ്ടും ഉൾക്കാട്ടിലോട്ട് പോയി. എന്തു പറയാനാ, ഈ കാട് അവരെ ചതിച്ചു. 2 പേരും പിന്നെ തിരിച്ചു വന്നില്ല. ഋതിക അത് കേട്ടിട്ട് പറയാം പ്രണയത്തിന്റെ രക്തസാക്ഷികൾ. അങ്ങനെ കള്ളക്കൂട്ടങ്ങളുടെ കഥയൊക്കെ കേട്ടിട്ട് വിശ്വസിക്കാതെ ഞാൻ ഋതിക പറയാം രാജു എന്നാൽ നമുക്ക് പോയാലോ. അങ്ങനെ രാജുവും ഋതികയും പുറത്തോട്ട് പോവാ. അങ്ങനെ രാജുവിനെ ഋതികയും കൊല്ലാനുള്ള 2ാമത്തെ പ്ലാനും ചീറ്റിപ്പോയി. ഏതാണ്ട് കളഞ്ഞ അണ്ണാനെ പോലെ ആ ഭാര്യയും ഭർത്താവും ജ്യൂസ് ഗ്ലാസ് നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ദീപക്ക് ആ റൂമിലോട്ട് വന്നിട്ട് അവരോട് പറയാം ഈ അവസരമാണ് നമ്മൾ വിനിയോഗിക്കേണ്ടത്, അതെങ്ങനെ വേണമെന്ന് ഞാൻ വിനിയോഗിച്ചോളാം. ഗൗതം പറയാം സാറ് പറഞ്ഞ പോലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാറിൻ്റെ പെട്രോൾ ടാങ്ക് ചോർന്നു പോകുന്ന പോലെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ രാജുവും ഋതിയും കൂടെ തൻ്റെ കാറിലിങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടു പോവുക. എന്ത് ബ്യൂട്ടിഫുൾ പ്ലേസാ ഇല്ലേ രാജു? ഇതാണ് ഋതു, ദൈവത്തിൻ്റെ സ്വന്തം നാട്. എന്തൊക്കെ മായാജാലങ്ങളാണ് ദൈവത്തിൻ്റെ ഈ നാട്ടിൽ. പിന്നെ ഋതു എന്നെ അളിയൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്താ കാര്യമെന്ന് അറിഞ്ഞില്ല. അപ്പോൾ രാജു ഒന്ന് പെട്ടെന്ന് വിളിച്ചു നോക്കിക്കേ. ഞാൻ ട്രൈ ചെയ്തു ഋതു, കിട്ടിയില്ല. എന്നാൽ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം അല്ലേ? അയ്യോ അളിയനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ഋതു. രാജു ഒരു മാൻകൂട്ടത്തിനെ പോലെ ഉടൻ കാണുന്നില്ലല്ലോ. കുറച്ചുകൂടെ മുന്നോട്ട് പോകാം, ദൂരെ ഒരുപാട് കിടക്കുമല്ലേ. രാജു ഋതിയെ അങ്ങനെ മലമുകളിലോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കാർ അങ്ങ് സ്റ്റോപ്പാവും. എന്താ രാജു എന്താണെന്നറിയില്ല, കാർ സ്റ്റാർട്ടാകുന്നില്ലല്ലോ. ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ എന്നും പറഞ്ഞ് രാജു ഇറങ്ങുമ്പോൾ ഋതിക ഇറങ്ങുന്നുണ്ട്. ദീപക്ക് ആ ഭാഗത്ത് ഒളിച്ചു നിൽക്കുവാണ്. രാജു കാറിൻ്റെ എൻജിൻ തുറന്ന് നോക്കിയിട്ട് പറഞ്ഞു അയ്യോ ബ്രേക്ക് ഡൗൺ ആയെന്ന് തോന്നുന്നല്ലോ. അയ്യോ ബ്രേക്ക് ഡൗൺ ആയോ, എന്ത് പറ്റിയതാ? അതെനിക്കറിയില്ലല്ലോ ഋതു. വർക്ക്ഷോപ്പിൽ നിന്ന് ഇനി ആരെങ്കിലും വരാതെ കാർ എടുക്കാൻ പറ്റില്ല. ദീപക്ക് അവിടെ വന്നിട്ട് പറയുന്നുണ്ട് രണ്ടും കുടുങ്ങി. ഞാൻ ആ മാനേജറെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് ഗൗതമനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അയ്യോ രാജു എനിക്ക് പേടിയാകും. എന്തിനാ ഋതു പേടിക്കുന്നത്? ഞാനില്ലേ. നേരെ ഇരുട്ടാറായല്ലോ. ഈ കാറുമായിട്ട് എന്തായാലും നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും രാജു? ഇന്ന് രാത്രി നമുക്ക് ഈ കാറിൽ തന്നെ കഴിച്ചു കൂട്ടാം. ഈ പ്രദേശത്താണെങ്കിൽ റേഞ്ചും ഇല്ല. റേഞ്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ച് നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാമായിരുന്നു. അങ്ങനെ 2 എണ്ണം എൻ്റെ കെണിയിൽ തന്നെ വന്ന് വീണ്. ഇന്ന് രാത്രിയിൽ കാറിൽ തന്നെ ആയിരിക്കും 2ൻ്റെയും താമസം. കാറ് സഹിതം കൊക്കയിലോട്ട് ഇട്ടേക്കാം. അപ്പം കേസും ബുക്കാറും ഒന്നുമില്ല. ദീപക്ക് ഇങ്ങനെ വലിയ മനപ്ലാൻ അങ്ങോട്ട് ചെയ്യുവാണ്. ഈ കാട്ടിലോട്ട് വന്നിട്ട് നമുക്കൊരു സ്വസ്ഥതയില്ലല്ലോ രാജു. അനുഭവിക്കാനുള്ളതല്ല അനുഭവിച്ചല്ലേ പറ്റൂ എന്നും പറഞ്ഞ് രാജു ഋതുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു പോവുകയാണ്. എവിടെയോ ആനയുടെ ചിഹ്നം വിളി കേൾക്കാം. ഋതിക പറഞ്ഞു രാജു എനിക്ക് പേടിയാ. പേടിക്കാതെ ഋതു, അതങ്ങ് ദൂരെയല്ലേ. നമ്മളെ 2 പേരെ ഒന്നിച്ചു ചേർത്ത ദൈവം നമ്മളെ കാത്തോളും ഋതു. പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഋതികയ്ക്ക് നല്ല വിശപ്പ് വരുന്നു. രാജു എനിക്ക് വല്ലാതെ വിശക്കുന്നു. എന്ത് ചെയ്യാനാ ഋതു? സാധാരണ കാറിൽ ബിസ്ക്കറ്റും വെള്ളമൊക്കെ കാണുന്ന, ഇന്ന് അതും വെച്ചിട്ടില്ല.
ഋതു ഒരു കാര്യം ചെയ്യും, ആ കാറിൽ കയറി ഞാൻ ഇപ്പോൾ വരാം. അയ്യോ രാജിയോടെ പോവാനാ? എൻ്റെ ഋതുവിന് വിശക്കുന്നില്ലേ? ആ വിശപ്പ് മാറ്റാൻ ഞാൻ എന്തെങ്കിലും നോക്കട്ടെ. അയ്യോ വേണ്ട രാജു, എനിക്ക് പേടിയാ, എനിക്ക് വിശപ്പൊന്നുമില്ല, ഞാൻ സഹിച്ചോളാം. അത് പറ്റില്ല ഋതു. എന്നാൽ രാജു തനിച്ചു പോകണ്ട, ഞാനും വരാം. വേണ്ട ഋതു എന്നും പറഞ്ഞ് രാജു ഋതിയെ ഇങ്ങനെ കാറിനകത്ത് കൊണ്ടാക്കി. എൻ്റെ ഋതു തൽക്കാലം ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പോൾ വരാവേ എന്നും പറഞ്ഞ് രാജു അവിടുന്ന് പോവുക. അയ്യോ എൻ്റെ ദൈവമേ, എൻ്റെ രാജുവിന് വഴിതെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞ് ഋതിയെ പ്രാർത്ഥിക്കുന്നുണ്ട്. രാജു അങ്ങനെ മലമുകളിലുള്ള ഓരോ മരത്തിലും ചെടിയിൽ നിന്നും എന്തൊക്കെയോ കായും കനിയൊക്കെ പറിക്കുന്നുണ്ട്. തൻ്റെ പ്രിയതമ്മയ്ക്ക് കഴിക്കാനുള്ള പേരയ്ക്കയും മാമ്പഴവും ഒക്കെ ആയിട്ടാണ് രാജു വരുന്നത്. ഋതിക അത് കണ്ടുകൊണ്ട് സന്തോഷത്തോടെ രാജുവിൻ്റെ അടുത്തോട്ട് ഓടി ചെല്ലുവാണ്. മരം കോച്ചുന്ന മഞ്ഞ, കാട്ടിലാണെങ്കിൽ കോട വീണിട്ടുമുണ്ട്, നല്ല തണുപ്പും തുടങ്ങി. ദീപക്ക് വീണ്ടും ഒളിഞ്ഞും മറഞ്ഞും അവരെ നോക്കുവാണ്. രാജു ഇവിടെയൊക്കെ പാമ്പുണ്ടാവും. ഓ ചെറിയ പാമ്പൊന്നും കാണില്ല. രാജവെമ്പാല, മൂർഖൻ, മലമ്പാമ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഋതിയെ കളിയാക്കുന്നുണ്ട്. ഈ തണുപ്പിന് നമുക്കിവിടെ കുറച്ച് തീ കൂട്ടാം, അപ്പോൾ വന്യമൃഗങ്ങളൊന്നും വരുത്തതുമില്ല. ആ സായിപ്പിൻ്റെയും മദാമ്മയുടെയും അനുഭവം നമുക്കെങ്ങാനും ഉണ്ടാവുമോ രാജു? വേണുവേട്ടനാണെങ്കിൽ ഈ സമയം വളരെ സങ്കടത്തോടെ ഇരിക്കുവാണ്. രാജുവിനെ ഋതികയും കുറിച്ച് ഓർത്തിട്ടാണെന്ന് തോന്നുന്നു. രാധമ്മ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്ത് പറ്റി വേണുവേട്ട? എടി രാധമ്മേ, ആ ചായയിൽ ആ പല്ലി വീണില്ലേ, അപ്പം മുതൽ തുടങ്ങിയതാ എനിക്ക് വല്ലാത്ത ഒരു ടെൻഷൻ. എന്തോ ഒരു ദുസൂചന പോലെ. വേണുവേട്ടൻ അങ്ങനെ തോന്നിയെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. എൻ്റെ ദൈവമേ, കാട്ടുമൃഗങ്ങൾ ഒരുപാടുള്ള സ്ഥലത്തോട്ടാണല്ലോ കുട്ടികൾ പോയിരിക്കുന്നത്. നീ അങ്ങനെയൊന്നും പേടിക്കണ്ട രാധമ്മേ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. വേണുവേട്ടൻ പിള്ളേരെ ഒന്ന് വിളിച്ചു നോക്കിക്കേ. ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ലല്ലോ രാധമ്മേ. എൻ്റെ ദൈവമേ, കുഞ്ഞുങ്ങൾക്കൊരാപത്തും വരുത്തല്ലേ. ജയൻ വീണ്ടും രാജുവിനെയും ഋതിയെയും വിളിക്കാൻ നോക്കുന്നുണ്ട്. പ്രിയ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, ജേട്ടൻ രാജുവിനെയും മൃദുമോളെയും വിളിക്കുവാണ്? വിളിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി, എന്ത് ചെയ്യാനാ പ്രിയ? കിട്ടുന്നില്ലല്ലോ. എൻ്റെ പ്രിയ, എൻ്റെ ഫോണിൽ റേഞ്ച് കിട്ടാത്തതുകൊണ്ടാണ് നിന്റെ ഫോൺ എടുത്ത് വിളിക്കുന്നത്, എന്നിട്ടും ഒരു രക്ഷയില്ലല്ലോ. എന്തൊരു ദുരിതമായിപ്പോയി രാജു. അങ്ങനെ ചിന്തിക്കാതെ ഋതു, നെഗറ്റീവായിട്ട് എടുക്കാതെ ഇതൊരു പോസിറ്റീവായിട്ട് അങ്ങോട്ട് എടുത്തേരെ. നമ്മുടെ ലൈഫിൽ ഇതുകൂടി അനുഭവിക്കണമെന്നൊക്കെ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കരുതിയാൽ മതി എൻ്റെ ഋതുക്കുട്ടി. രാജു ചിരിക്കുവാണ്. ഈ സിറ്റുവേഷനിൽ എങ്ങനെ ചിരിക്കാൻ തോന്നുന്നു രാജു? എൻ്റെ ഋതുവിന് അറിയില്ലേ, ഏത് സിറ്റുവേഷനിലും ചിരിക്കുക എന്നുള്ളൊരു കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ്. ഈ സിറ്റുവേഷനിൽ കരഞ്ഞിട്ടെന്ത് പ്രയോജനം? അതുകൊണ്ട് നമുക്കിങ്ങനെ പ്രണയത്തോടുകൂടി ഇരിക്കാം. ഓ പിന്നെ പ്രണയം, എൻ്റെ ഉള്ളിൽ കിടന്ന് പടപടാന്നടിക്കുന്നു. അതെന്തൊരടിപ്പാ? ആ സായിപ്പിൻ്റെയും മദാമ്മയുടെയും അനുഭവം എന്തായാലും നമുക്ക് വരില്ല. ഈ ഋതിക മദാമ്മ കടുവ എടുത്തോണ്ട് പോകില്ല. രാജു സായിപ്പ് ഋതികയെ വിടത്തതുമില്ല. നമുക്കിവിടുന്ന് രാത്രി ബ്ലാങ്കറ്റ് വിരിച്ച് കിടക്കാം. അയ്യോ രാജു, അയ്യോ ആന വന്ന് നമ്മളെ ചവിട്ടിയാലോ? മൃഗങ്ങളൊന്നും അത്ര മനസാക്ഷിയില്ലാത്തവരല്ല ഋതു. അവരങ്ങനെ റൊമാൻസിൽ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുവാണ്. ഈ സമയം ദീപക് അവരുടെ കാറിൻ്റെ അടുത്ത് വന്ന് നോക്കിയിട്ട് ഇതാണ് പറ്റിയത്, രണ്ടിനെയും തട്ടിയേക്കാം. ദീപക് ആ കാറിൻ്റെ ഡോറ് തുറന്നിട്ട് ആ കാറിൽ എന്തൊക്കെയോ ചെയ്തിട്ട് അവൻ ആ കാർ ഇങ്ങനെ തള്ളി രാജുവും ഋതിയെ ഇരിക്കുന്നിടത്തിൽ തള്ളി വിടുവാണ്. രാജുവും ഋതിയെ ഇതൊന്നും കാണുന്നുമില്ല. പെട്ടെന്ന് രാജുവിനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാർ അവരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞ് അയ്യോ ഋതു എന്നും പറഞ്ഞ് രാജു ഋതുവിനെ കെട്ടിപ്പിടിച്ച് മറിഞ്ഞങ്ങ് മാറുവാണ്. ദീപക് ഇത് ഒളിഞ്ഞൊന്ന് നോക്കുക, അതും ചീറ്റിപ്പോയല്ലോ എന്നുള്ള ദേഷ്യത്തിൽ അവനിങ്ങനെ നിൽക്കുക. കാർ എങ്ങനെ ഉരുണ്ടു വന്ന് ന്യൂട്രലിലിട്ടിരുന്നതാണല്ലോ, അത് പിന്നെ എങ്ങനെ രാജു അറിയാതിട്ടതായിരിക്കും? അല്ലാതെ ഇവിടെ ആര് വരാന്? ഇല്ല ഋതു, എനിക്ക് അവത്തും ഒന്നും പറ്റിയിട്ടില്ല. ദീപക് അത് കണ്ടിട്ട് പറയുന്നുണ്ട്, ഇന്ന് രാത്രി കടുവയോ പുലിയോ എടുത്തോളൂ, ഏതായാലും ഓപ്പറേഷൻ സക്സസ്. തീ കൊളുത്താനാണെന്ന് തോന്നുന്നു രാജുവും ഋതിയും കാട്ടിൽ നിന്ന് വിറകൊക്കെ ശേഖരിക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിക്ക് അങ്ങോട്ട് തീയൊക്കെ കൊളുത്തിട്ട് അവർ രണ്ടുപേരും റൊമാൻസിന് ഇങ്ങനെ ഇരിക്കുവാണ്. രാജു ഇട്ടിരുന്ന കോട്ടൂര് ഋതിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവളെ ചേർത്ത് പിടിക്കുവാണ്. ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ ഈ തണുപ്പൊക്കെ അങ്ങ് പോകും ഋതു. എവിടെയോ ആനയുടെ ചിഹ്നം വിളി കേൾക്കുന്നുണ്ട്. അയ്യോ രാജു ആന. ദൈവം അവർക്കാട്ട് തീരാധാരം എഴുതി കൊടുത്ത സ്ഥലമായത്. നമ്മളെ പാട്ടിന് നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ അവർ നമ്മളെ ഒന്നും ചെയ്യില്ല. നമ്മൾ മര്യാദകേട് കാണിച്ചാൽ അവരും മര്യാദകേട് കാണിക്കും. അല്ല രാജു, ഈ ലോകത്ത് ആദ്യം ഉണ്ടായ ആണും പെണ്ണും ഏതാ? ബൈബിളിൽ പറയുന്നത് ആദാവും ഹവ്വ എന്ന. എന്തായാലും ആദ്യം ഉണ്ടായത് രണ്ട് കുരങ്ങുകളാണ്. അവരെന്തൊക്കെ പറഞ്ഞായിരിക്കും പ്രേമിച്ചത്? അവരുടെ പ്രേമത്തിന് ഭാഷ ഒരു തടസ്സമേ ആയിരുന്നില്ല. നമ്മുടെ പ്രേമത്തിനല്ലേ നോട്ടവും വാചകടിയും പിന്നെ ചാറ്റിങ്ങും ഒക്കെ. അവരങ്ങനെ ആ പ്രകൃതി സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുവാണ്. അങ്ങനെ ദീപക് സോയയും ഗൗതമനെയും കാണാൻ വന്നിരിക്കുക. ഗൗതമൻ പറയുക, നമ്മുടെ ഓപ്പറേഷൻ സക്സസ് ആയെന്നാ തോന്നുന്നു. അതെ, നിങ്ങളുടെ ഓപ്പറേഷനൊന്നും അല്ല സക്സസ് ആയത്, എൻ്റെ ഓപ്പറേഷനാണ്. എന്തായാലും ഉറപ്പായിട്ടും രണ്ടിനെയും കാട്ടുമൃഗങ്ങൾ തിന്നു കാണും. ഇവിടെ ആണെങ്കിൽ മനുഷ്യൻ്റെ സ്മെല്ലടിച്ചാൽ വന്ന് കൊന്നതില്ലെന്ന ഒരു കടുവയുണ്ട്, അവൻ വന്ന് കൊന്നിട്ടുണ്ടാവും സോയ പറയുക. ഇനി എന്തെങ്കിലും മിച്ചം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറുക്കനും വന്ന് തിന്നു കാണും. സോയ പറയാം, അയ്യോ ദോ അങ്ങോട്ട് നോക്കിക്കേ, അവരല്ലേ വരുന്നത്. നോക്കുമ്പോൾ രാജുവും ഋതികയും വരുവാണ്. അയ്യോ ദീപക് സാറേ മാറിക്കോ. ദീപക് അവിടുന്ന് ഓടുവാണ്.
ഗൗതമൻ സോയയെ അഭിനയിക്കുക. അയ്യോ ഇത് എന്തു പറ്റി സാറേ, ഇന്നലെ രാത്രി കാണാഞ്ഞപ്പോൾ ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ, ഞങ്ങൾ എത്ര കോള് ചെയ്ത് നോക്കിയെന്നറിയോ. ഈ ബംഗ്ലാവിലും പരിസരത്തും റേഞ്ച് വളരെ കുറവാ. അല്ല നിങ്ങൾക്ക് എന്താ പറ്റിയത് അത് പറ. എന്തോ മനസ്സിലായതുപോലെയാണെന്ന് തോന്നുന്നു. ഋതിക പറയാ, എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ജീവനോടെ തിരിച്ചു വന്നല്ലോ, തൽക്കാലം അത്രയും മാത്രം അറിഞ്ഞാൽ മതി. സോയ നീ ഒരു നല്ല ബെഡ് കോഫി അങ്ങോട്ട് കൊടുക്ക് എന്നും പറഞ്ഞ് അവൻ ചിരിക്കുന്നുണ്ട്. ഇനി അതിലെന്തെങ്കിലും കലർത്തി കൊടുക്കുമോ എന്നറിയില്ല. രാജു ഋതികൻ റൂമിലോട്ട് വരുമ്പോൾ രാജു പറയുന്നത്, നമുക്ക് എന്തായാലും ഒരു ബെഡ് കോഫി കുടിക്കാം. ശരി രാജു, ഞാൻ ഏതായാലും ബാത്റൂമിലൊന്ന് പോയിട്ട് വരട്ടെ. പെട്ടെന്ന് രാജുവിൻ്റെ ഫോണിലോട്ട് കോൾ വരുന്നുണ്ട് ജയൻ്റെ. അളിയ, അളിയനും ഋതുമോക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ? എൻ്റെ അളിയ ഇന്നലെ വൈകുന്നേരം തൊട്ട് ഞാൻ എത്ര തവണ വിളിച്ചു നോക്കിയെന്നറിയാവോ? എന്താ അളിയ പ്രശ്നം? അളിയ എനിക്ക് ചില കാര്യങ്ങളിൽ ഡൗട്ടുണ്ട്. എന്ത് ഡൗട്ടാ അളിയ? അപ്പോഴംബിക ജയനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ രാജുവിനോട് പറയുവാണ് ജയൻ. അംബിക എങ്ങനെ 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തത് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസുകാരോട് പറയേണ്ടത് അളിയനും ഋതുമോളും ഇപ്പോൾ പോയിരിക്കുന്ന ബ്രിട്ടീഷ് ബംഗ്ലാവിൽ ഞാൻ ഒളിവിൽ താമസിക്കുമായിരുന്നു പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ആ നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ എനിക്ക് എന്തോ സംശയമുണ്ട് അളിയ. അളിയനും ഋതുമോളും വളരെ സൂക്ഷിക്കണം. ആ ദീപക്ക് തെണ്ടി അവിടെ എവിടെങ്കിലും കാണാൻ സാധ്യതയുണ്ട്. അളിയൻ പേടിക്കേണ്ട അളിയ, ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് രാജു പറഞ്ഞ് അങ്ങനെ ഫോൺ കട്ട് ചെയ്യുവാണ്. പ്രിയ അങ്ങോട്ട് വന്നിട്ട് ജയനോട് ചോദിക്കുന്നു, ചേട്ടൻ രാജുവിനെ ഋതുമോളെയാണോ വിളിച്ചത്? അതെ. എന്തു പറഞ്ഞവർ? അവർ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. 3 കടുവയും 8 പുലിയും അവരെല്ലാവരും കൂടെ ചേർന്ന് ചുറ്റുവരുന്നു ഇങ്ങനെ വെള്ളമടിക്കുവന്ന്. രാജുവിൻ്റെ മനസ്സിൽ അങ്ങനെ നല്ല സംശയം തോന്നി അവിടെ. അപ്പോഴാണ് സോയ ബെഡ് കോഫി ആയിട്ട് വരുന്നത്. സാറേ ബെഡ് കോഫി കുടിക്ക്, ക്ഷീണം മാറും. രാജു അത് വാങ്ങിച്ചിട്ട് പറയാം, നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ കുടിച്ചോളാം. രാജു അങ്ങനെ പറഞ്ഞപ്പോൾ സോയ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രാജുവിന് മനസ്സിലായി അവിടെ എന്തൊക്കെയോ തരികിട പരിപാടികൾ നടക്കുന്നുണ്ടെന്നും ദീപക് അവിടെ എത്തിയിട്ടുണ്ടെന്നും ദീപക് ഇവരുടെ കയ്യാളുകളാണെന്നും രാജുവിന് മനസ്സിലായി. ഇനി എന്താണ് രാജുവും ഋതികയും ചേർന്ന് ഇവർക്കൊക്കെ കൊടുക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.